നിക്ഷേപിച്ച ലക്ഷക്കണക്കിന് രൂപ തിരിച്ചു കിട്ടിയില്ലെന്ന പരാതിയുമായി സ്ത്രീകളടക്കമുള്ള സംഘം. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനെതിരെയാണ് പരാതി. കണ്ണൂരിലെ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റിക്കെതിരെയാണ് പരാതി. സ്ത്രീകൾ ഉൾപ്പെടെ 10ഓളം പേർ പരാതിയുമായി പാലക്കാട്ടെത്തി. വർഷങ്ങളായി നിക്ഷേപിച്ച പണത്തിന് മുതലോ പലിശയോ ഇനിയും ലഭിച്ചില്ലെന്നും പിന്നെ തരാമെന്ന് പറഞ്ഞ് വഞ്ചിക്കുകയാണെന്നും പരാതിക്കാർ ആരോപിച്ചു. 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണ് പലരും നിക്ഷേപിച്ചിട്ടുള്ളത്. വിനേഷ് എന്നയാളാണ് സ്ഥാപനത്തിന്റെ ഡയറക്ടറെന്നും ഇദ്ദേഹം പലതവണയായി മുടക്കം പറയുകയാണെന്നും നിക്ഷേപകരായ സലീന, ഭാരതി, വത്സമ്മ തുടങ്ങിയവർ പറഞ്ഞു. കാലങ്ങളായി ഞങ്ങൾക്ക് പൈസ തരില്ല, ഞങ്ങൾക്ക് നിത്യവൃത്തിക്ക് പല ചെലവുകളില്ലേ. അത് എനിക്ക് കാല ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞാണ് എല്ല് തേയ്മാനത്തിന്. ലക്ഷക്കണക്കിലല്ലേ പൈസ ചിലവ്, നിങ്ങൾക്കൊക്കെ അറിയണ കാര്യമല്ലേ. ഇല്ല, ആരും ഞങ്ങളുടെ അവിടെ അടയ്ക്കാൻ വരില്ല എന്ന്. ഇതൊക്കെ ഒരു റീസണാണ്. അവർ ദർബാറായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നടത്തണം. പല കാര്യം ഇപ്പോഴും അവർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണു, ഭാര്യയും ഭർത്താവും ഒക്കെ. എനിക്ക് 7 ലക്ഷം ഉണ്ട്, പിന്നെ അതിൻ്റെ പലിശൻ്റെ ഇതൊന്നും തരുന്നില്ലല്ലോ. ഞങ്ങൾക്കൊക്കെ ജീവിക്കണ്ടേ, ഞങ്ങൾക്കൊക്കെ വയസ്സായില്ലേ, 10-75 വയസ്സായില്ലേ. ഇനി എപ്പോഴാണ് കിട്ടുക? ഇങ്ങനെ ആയാൽ പറ്റുമോ? ഞങ്ങൾ വിശ്വസിച്ചിട്ടൊക്കെ കിട്ടില്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടുമോ? റൂറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ കണ്ണന്നൂരിലൊരു സ്ഥാപനമായിരുന്നു. ഇതിൻ്റെ വിനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇതിൻ്റെ ഇതുണ്ടായിരുന്നത്. ഞങ്ങളൊരു 7-8 കൊല്ലം മുമ്പാണ് ഇത്രയും പേരല്ല, ഇതിനെക്കാട്ടും കുറേ പേര് അവിടെ പൈസ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളിപ്പോൾ കുറേ ആയിട്ട് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് പോലും ക്യാഷ് കിട്ടാത്ത അവസ്ഥയാണ്. ഇതിപ്പോൾ എൻ്റെ അമ്മ തന്നെ ക്യാൻസർ ബാധിച്ച് മരണത്തിൻ്റെ വക്കിലെത്തിയപ്പോഴും അതും കടം വാങ്ങി ഞങ്ങൾ ആ ബാങ്കിൽ പൈസ ഇട്ടിട്ട് കടം വാങ്ങി ചികിത്സിക്കേണ്ടി വന്ന അവസ്ഥയാണ് നമുക്കിപ്പോൾ. 10-20 ലക്ഷം രൂപ ആ ബാങ്കിൽ കിടക്കുന്നുണ്ട്. അവർ പറയുന്നത് വിനീഷിൻ്റെ അടുത്ത് ഒന്നുമില്ല, ബാങ്ക് പൊളിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ടും ഈ വിനീഷിൻ്റെ ഭാര്യയും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നുണ്ട്. ഗവൺമെൻറ് അധികാരികളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്, എന്നിട്ടും അതിനെ പോലീസോ കാര്യം ഞങ്ങൾ പോലീസിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ജില്ലയിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് അവരൊരു ഉത്തരവും തരുന്നില്ല. കിട്ടും എന്ന് പറഞ്ഞാൽ ഇത് എപ്പോൾ കിട്ടും? 10-20 ലക്ഷം രൂപയുണ്ട് അതിൽ. ഇപ്പം ഇത് എപ്പോൾ കിട്ടും എന്നുള്ളതാണ് പിന്നുള്ളത്. ഓക്കെ, അവരിന്ന് കിട്ടും, നാളെ കിട്ടും. മറ്റേതിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് കൊടുത്തിട്ടുണ്ട് കോപ്പറേറ്റീവിൽ, അടുത്ത മാസം പാസ്സാവും. ഏതോ ബാങ്കിൽ നിന്ന് കട കൊടുക്കുന്നുണ്ട്, എന്നിട്ട് തരാം. അത്യാവശ്യത്തിന് പറഞ്ഞാൽ എൻ്റെ അമ്മ മരിക്കാറായ സ്ഥിതിയിൽ പോലും ഞങ്ങൾക്ക് ആ പൈസ കിട്ടിയില്ല. ഞങ്ങൾ കടം വാങ്ങിയിട്ടാണ് ഇപ്പം ഇതായിക്കൊണ്ടിരിക്കുന്നത്. ആ കടത്തിൻ്റെ പലിശ ഞങ്ങളിപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുക. 1 വർഷം മുതൽ 5 വർഷത്തേക്ക് വരെ സ്ഥിര നിക്ഷേപമായി 11% പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപ ഏജന്റുമാർ മുഖേന തുക നിക്ഷേപിച്ചതെന്നും സലീനയും വത്സമ്മയും പറഞ്ഞു. ഇനി എന്ന് തുക കിട്ടുമെന്ന് പറയാനാകാത്ത സ്ഥിതിയാണ്. അസുഖം ബാധിച്ചവരുൾപ്പെടെയാണ് പരാതിക്കാർ. ഞാനും ഇതേപോലെ കണ്ണന്നൂർ റൂറൽ സൊസൈറ്റി ക്രെഡിറ്റ് സൊസൈറ്റി ബാങ്കിൽ പൈസ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ പൈസയൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ വീട് പണി സമയത്ത് ഞാൻ എടുക്കാൻ പോയപ്പോൾ അവർ ഇപ്പോൾ എടുക്കാൻ പറ്റില്ല, 2 ദിവസം കഴിയട്ടെ 10 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞ് ഡിലേ ചെയ്തു. ഇപ്പോൾ ഞാൻ 7 വർഷക്കാലമായി അവിടെ പൈസ നിക്ഷേപിച്ചിട്ട് അത് എടുക്കാൻ ശ്രമിച്ചു. 2 വർഷം അവരവിടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടിച്ചു. എന്താണെന്ന് വെച്ചാൽ അധിക പലിശ നമുക്ക് തരാമെന്നാണ് നമ്മളോട് പറഞ്ഞത്. എല്ലാവരുടെയും 6.7% കൊടുക്കുന്നിടത്ത് ഇവർ 11% നമുക്ക് തരാമെന്ന് നമ്മുടെ വൗച്ചറിൽ അതിലെഴുതി ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, നമ്മുടെ ആവശ്യങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞ് എടുക്കാൻ പോകുന്ന സമയത്ത് എടുക്കാൻ നോക്കുമ്പോൾ 5 വർഷങ്ങളായിട്ട് നമുക്ക് അതിൻ്റെ പൈസയോ അതിൻ്റെ ഇൻട്രസ്റ്റോ നമുക്ക് കിട്ടുന്നില്ല. രാഹുൽ മാങ്കൂട്ടം അപ്രത്യക്ഷനായത് കണ്ണാടി റൂറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള വിനീഷിൻ്റെ കൂടെയാണ് വോട്ട് പിടുത്തത്തിന് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. പക്ഷേ ഇയാളെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തു പറഞ്ഞാൽ മറ്റേ ആൾ അവിടെ ഉണ്ടെന്നറിയാം. ഇവരെല്ലാവരും ഒക്കെ രാഷ്ട്രീയക്കാരായതുകൊണ്ട് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. പോലീസാണെങ്കിലും ശരി, ജനങ്ങളാണെങ്കിലും ശരി. ബാങ്കിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 7 വർഷമായിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പ്രിൻസിപ്പളും ഇല്ല, ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ ഈ ലൂട്ടിങ്ങിൻ്റെ കാര്യത്തിൽ സർക്കാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒരേ ലൈനിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. അപ്പോൾ ജനങ്ങൾക്കുള്ള സർവീസ് നൽകാതെ
ജനങ്ങൾക്കുള്ള സർവീസ് നൽകാതെക്ക് രാഷ്ട്രീയക്കാരൻ്റെ താല്പര്യം മാത്രം സംരക്ഷിച്ചുകൊണ്ട് അവർ ജനങ്ങളിൽ നിന്ന് പൈസ ലൂട്ട് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ ഇലക്ഷൻ മുഴുക്ക കാണുന്നത്. UTV ന്യൂസ് പാലക്കാട്.